നിർത്തണം ചുടുചോര കൊണ്ട് നമ്മൾ ഇനി നടനമാണ് ഗൈസ്. നമ്മളിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അടിച്ച് വരാട്ടോ. നമുക്ക് കുറെ പരിപാടി ഉണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ചുകൂടി പരിപാടി. തലയിലാണെങ്കിൽ മുടിയില്ല, പക്ഷെ നിലത്താണെങ്കിൽ കുറേ മുടി. എന്നും അടിച്ചു വരിയാലും ഇത്രയും മുടി കിട്ടും. വാങ്ങിയ സാധനം ഒതുക്കി വെക്കാട്ടോ. ചിക്കനൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് പിടിയും കോഴിയാട്ടോ ഉണ്ടാക്കണത്. നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പം ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം. വൈകുന്നേരമായ കുളിച്ചിട്ടൊന്നുമില്ലെങ്കിലും കുറച്ചു നേരം ഭക്തിഗാനൊക്കെ കേൾക്കൂട്ടോ. പിന്നെന്താ അങ്ങനെ കേട്ടിരിക്കപ്പോൾ കുറച്ച് സമാധാനം. നമുക്ക് കുറേ പണിയൊക്കെ ഉണ്ട്. പിടിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെന്താ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കാം. ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിടും മസാലടി, ചിക്കൻ മസാലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കുരുമുളക് പൊടി. ഓക്കെ. ഉള്ളി, തക്കാളി, പച്ചമുളക്, മാമുണ്ട് കേട്ടാ. ഇത് ചൂടാക്കി വെക്കാം. വെളുത്തുള്ളി എന്തൊക്കെ ഇട്ടു ഇതില് സുമിത്രു? പറ. അതിന് നാണം വന്നുട്ടാ. അപ്പൊ ഞാൻ പറയാം. പറ. വെളുത്തുള്ളിയും ജീരകം കേട്ടാ. ചെറുള്ളി വേണ്ട, ചെറുള്ളി വേണ്ടെന്നാണ് തള്ള പറയുന്നത്. നല്ല ഇളകി വരണം. ലാസ്റ്റ് നമുക്ക് അടുക്കളയൊക്കെ ഒതുക്കാം. തേങ്ങ പാട്ടെ. ടേസ്റ്റ് ഇല്ല തേങ്ങയ്ക്ക്. ഇത് നമ്മളെ ഇടിയപ്പത്തിന്റെ പൊടി കേട്ടാ. നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെച്ചേ. മറ്റേ എന്താക്കാനാ പിടി ഉണ്ടാക്കാട്ടാ. തേങ്ങ ചെറുകിയും വേണം. കുറെ വേണം ചേച്ചി? ഓക്കെ. അപ്പൊ 2 മുറി കേട്ടോ തേങ്ങ എടുക്കണ്ടേ. എനിക്ക് പണിയുണ്ട്, ഞാനും പണി കിട്ടണ്ടേ. എനിക്കും കുളിച്ചിട്ട് പണിയെടുത്ത് എന്തോ പോലെ. ഇപ്പൊ നമ്മള് നേരത്തെ ജീരകം അതിലേക്കൊക്കെ തേങ്ങ ഇടാൻ പോവാട്ടാ. ഇട്ടോളൂ. എനിക്ക് തേങ്ങ ഇട്ടു. ഇനി ഇപ്പുറത്തൊന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പുറത്ത് ഇതേ ചിക്കൻ ഇട്ടൂലേ. ഞാൻ പറയാണ്ട് ഈ തള്ള ഇടുക കേട്ടോ. ഇട്ടോളൂ. അപ്പൊ ഇഞ്ചി അല്ല തേങ്ങയും ജീരകം കൂടി അരച്ചത്. ഓക്കെ. അത് കേട്ടോ. വറുത്ത അരിപ്പൊടിക്കാട്ടോ ഇവിടെ ഉണ്ടത്. ഓക്കെ. അടുത്ത നമുക്ക് ഇതെന്തിനുള്ള വെള്ളി? ഇത് ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇതാക്കാൻ ചിക്കനില്. ഓക്കെ. അങ്ങനെ അടി പിടിക്കുന്നില്ല. വെള്ളം കുഴക്കണ്ടേ?
ഇത് കുഴയ്ക്കാനാട്ടോ വെള്ളം തിളപ്പിക്കണത്, പിടി കുഴയ്ക്കാൻ. അത് മൊത്തം നിറച്ചു. എന്റെ ദേവി, ഇങ്ങനെ നിറച്ചു വെച്ചാൽ തിളയൂലേ? തിളയൂ വേഗം? അല്ല പിന്നെ നമ്മൾ വെള്ളം തീർന്നു പിന്നെയും ചൂടാക്കാൻ നിക്കണ്ടേ? അത് ഓടുണ്ട്. അപ്പൊ ഇളക്കാട്ടോ നമ്മള്. എനിക്കറിയൊക്കെ ചെയ്യാം. അപ്പൊ ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കണല്ലേ ചേച്ചി? കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം എന്നാണ് ഷെഫ് സുമിത്ര പറയുന്നത്. ഓക്കേ. തേങ്ങേന്റെ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? എന്ത്? അപ്പുറത്തെ വീട്ടില് വലിയ ഉരുളി ഉണ്ടോ ചോദിച്ചോട്ടെ കുഴക്കാൻ? അല്ലെങ്കിൽ അത് ശരി, ആ ഉരുളിയില് പറ്റും. ഉപ്പിടാൻ മറന്നുണ്ട്. അപ്പൊ ഉപ്പിടാൻ പോട്ടെ. നമുക്ക് ഉപ്പിട്ടെടുക്കാം. കൊറേ ഇടണ്ട ചേച്ചി? ഇത് ഒരു കവറ് പൊടി ഉണ്ട്. വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സ്ക്വീസ് ഓഫ് ലെമൺ ഇല്ല കേട്ടാ. തളിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം കുഴക്കണം. അതായത് കൈ പൊളിച്ചു. കുറെ ഒഴിക്കണം ചേച്ചി. കുഴക്കാൻ സിമ്പിൾ. ഇപ്പുറത്താണ്. ഇവിടുന്ന് ഒഴിച്ചോ? ഇവിടുന്ന് ഒഴിക്കണോ? ഉള്ളി തകിയാത്തോണ്ട് നമ്മളത് ഇതിലാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് വലിയ ഉരുളിയിലാണ് കേട്ടോ ഉരുട്ടൊക്കെ ഇളക്കണത്. വലിയ ഉരുളിയിൽ ഇളക്കിയ 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന് വേഗം ഇളക്കാം, 2 വേഗമാവും. ഉണ്ട ഉരുട്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും വലിയ ഉണ്ടല്ല വേണ്ടത്, ചെറുതാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണ വലിയ ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മള് മുപ്പിച്ചിട്ടിടുക കേട്ടോ. കറിവേപ്പില, കൊച്ചുള്ളി, വെളുത്തുള്ളി, ആൻഡ് ഗ്രാമ്പൂ, സ്ക്വീസ് ഓഫ് ലെമൺ ഇല്ല കേട്ടോ. വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി വെള്ളം. ഏതാ കറി ഇതൊക്കെ കാണിച്ചേ? ഇതെടുത്തിട്ട് വാവ്, കുക്ക്ഡ് സ്പെഷ്യൽ ചിക്കൻ കറി ഈസ് റെഡി. ഉപ്പുണ്ടാക്കട്ടെ ആദ്യം. ഉപ്പില്ലെങ്കിൽ മൂഞ്ചിട്ടാ ഉണ്ടോ? സൂപ്പർല്ലേ? അവസാനം നമ്മളെ കിവിയല്ല, എന്താ പിടി തിളച്ചു വന്നിട്ടുണ്ട്. എന്റെ ബേബി കൂടി എടുക്കാം. നമ്മളെ പിടി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കുക്കർ സുമിത്രു ചിക്കൻ കറി ടേസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. തുണി മണക്കട്ടെ. വൃത്തിയും മെനയുള്ള ഒരു കുട്ടിയാണിത്. നമുക്ക് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല രസം കേട്ടോ. ഇത് കരളാ. എന്റെ പേര് ചോറിലിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനാണ് കേട്ടോ വെച്ചത്. ശരി എന്നാ വെള്ളം വെച്ചു. പ്രധാന ഘടകം വെള്ളം. ഞാൻ കുറച്ച് വെള്ളം വെച്ചു. എന്നിട്ട് അവിടെ നീട്ടി. പാത്രം കഴിഞ്ഞു. ഈ കുളിച്ചിട്ട് വന്നിട്ടാണ് തിന്നെ. ഇപ്പോഴാണ് നമ്മള് മീഷോന്ന് ഇതേ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 8 പീസ് ഉണ്ട് അല്ലേ? 8 പീസ് ഉണ്ട്. നമ്മളിതേ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ മീഷോ ഉണ്ട് കേട്ടോ. അതെ, ഇത് മീഷോ ആണ്. ഇത് ഈ സാധനം ബാഗിന്റെ കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല. ഇത് മീഷോ ആണ്. ലോണ്ടറി ഉണ്ട്, അത് മീഷോ. അതിന്റെ ടേബിളും മീഷോ ആണ് കേട്ടോ. ഇതിലാണെങ്കിൽ എന്താ ഫോണും ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഈ ഇലയൊക്കെ മീഷോ ആണ്. പിന്നെ ഇത് ആ കുറ്റി മീഷോ ഉണ്ട് കേട്ടോ, പൈസ കുറ്റി. പക്ഷെ അത് നല്ലതല്ല. പിന്നെ ഇത് മീഷോ ആണ്. ഈ ഓർഗനൈസർ മീഷോ ആണ്. അടിപൊളിയാട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. മൊത്തത്തിലൊരു മീഷോ മയാണ് കേട്ടോ അവിടെ. അപ്പൊ നമുക്കിനി കുളിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. എന്തൊക്കെയാ മടക്കണ്ടേ? ചൂട് പറക്കണ്ട. വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് പൊളിച്ചു വെക്കി. സൂപ്പർ. കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കഴിക്കാം.
ഇത് നോക്കട്ടെ പിടിയും ചിക്കനും ആ ഇപ്പൊ ചൂടും അല്ലേ ഇട്ടൊന്നുമില്ല. ടേസ്റ്റ് നോക്കട്ടെ. ആ ചാറെടുത്ത് വിടണം. ആ പിടീന്റെ ആ ചാറ് അതാ ഞാൻ ചാറ കൂടുതൽ എടുത്ത. അയ്യോ കുഞ്ചൂനെ അയച്ചു കൊടുക്കട്ടെ. ആ ഗ്രൂപ്പിലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിലിട്ടോളൂ. കുഞ്ചു കപ്പയും കേട്ടല്ലേ കഴിക്ക് കഴിക്ക് വയറ് അടച്ച് കഴിക്ക്.